നിങ്ങളൊരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. എങ്കിലേ ഈ ഒരു ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. നമസ്കാരം. 17/8/2026 സമയം 9:10. 22 പോയിന്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഡേയ്സ് നോക്കിയാലും കൺസോൾട്ടേഷൻ സോണാണ്. 2 ദിവസം നോക്കിയാലും കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ സോണിൽ 24,340 കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് 24,365 മുകളിലോട്ട് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻറ്റ് ലെവലാണ്. ഈ കൺസോൾട്ടേഷൻ വന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴത്തോട്ട് പോയത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് ആദ്യം പ്രതീക്ഷിക്കുന്നത്. അതായത് 24,365 മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയ ഒരേ ഒരു ടാർഗറ്റ് 24,430 എന്നുള്ള ലെവലിലേക്ക്. ഇനി മാർക്കറ്റ് 24,310 താഴത്തോട്ട് പോയാൽ മാത്രമാണ്, അതും കൂട്ടണ്ട, 24,326, 24 ഏകദേശം ഒരു 326 താഴെ, 24,310 താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത 24,266 ഭാഗത്തേക്ക്. ഇങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെക്കുന്നത്. ബാക്കി മാർക്കറ്റ് ഏത് രീതിയിൽ മൂവ്മെന്റ് ആവുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം ട്രെൻഡ് മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ 50 മിനിറ്റ്സിൽ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡാണ്, 30 മിനിറ്റിൽ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡാണ്, 45 മിനിറ്റിൽ ഓൾറെഡി ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, 1 അവറിൽ മാത്രമാണ് ഡൗൺ ഉള്ളൂ. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കംപ്ലീറ്റ് അപ്പർ സൈഡും വലിയ ടൈം ഫ്രെയിമിലേക്ക് കംപ്ലീറ്റ് ഡൗൺ സൈഡുമാണ്. അപ്പോൾ ഒരു കൺഫ്യൂസിങ് മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു 24,355 309 ഇൻ ബിറ്റ്വീൻ സ്പേസിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോയിന്റുകൾ എടുത്ത് സ്കാൽപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ മൂവ്മെന്റ് വരുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ സ്റ്റോപ്പ് ലോസ് ലെങ്ത് ഇട്ടിട്ട് ലോങ് ഹോൾഡിങ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോൾ പെട്ടെന്ന് വന്ന് അടിച്ചു പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി വരുന്നതനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 124,300 സിയും 24,600 പി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ സിഇ 177 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത 87 മുകളിലോട്ട് പോയ കോസ്റ്റ് ടു കോസ്റ്റോ എൻട്രി പ്രൈസോ ഒക്കെ ഇട്ട് വെക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ 195 204 അതിൽ ലോക്ക് ചെയ്യാം. കാരണം മാർക്കറ്റ് 127 ഭാഗത്തേക്ക് ഫാൾ ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SL ട്രെയിൽ ചെയ്യുകയോ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഒരു പ്ലാൻ തയ്യാറാക്കുന്നുള്ളൂ. നല്ല രീതിയിൽ പോകണമെങ്കിൽ പോട്ടെ. പിയില് 24,600 പിയില് 208 മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കണേ. ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യമേ വരുന്നത്. അപ്പോൾ അതിൽ 230 36 52 63 75. അപ്പോൾ അതിൽ മാർക്കറ്റ് 36ഉം 63ഉം അത്യാവശ്യം മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട സ്പേസ് തന്നെയാണ്. അതേപോലെ സിയിൽ 187ഉം 204ഉം മാർക്കറ്റ് അത്യാവശ്യം റീച്ച് ചെയ്യേണ്ട സ്പേസ് ആണ്. അപ്പോൾ രണ്ടും 100% നിൽക്കുന്നു. മാർക്കറ്റ് ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നിൽക്കുമ്പോഴത്തേക്കും വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കാൽപ്പ് ചെയ്ത് നോക്കാം 200 എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ 208 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ ഫോക്കസ് ചെയ്യാം. 230 236 ഭാഗത്തേക്കോ 252 കൊണ്ടുപോകാൻ നോക്കും. രണ്ടിൻ്റെയും മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പിയുടേത് 175ഉം സിയുടേത് 176ഉമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അനലൈസ് ആണ്. ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. എങ്ങനെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ഇപ്പോൾ പിയിലേക്കാണ് 5 മിനിറ്റിൽ നിൽക്കുന്നത്. മാർക്കറ്റ് ഇതേ ഓപ്പൺ ആവുന്നുണ്ട്. ഏത് രീതിയിൽ പോകുന്നുള്ളത് നോക്കാം. പിയിലാണ് താൽക്കാലികമായിട്ട് മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. 65ലേക്കുള്ള ഒരു സ്പേസ് ഓൾറെഡി മാർക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു മൂവ്മെൻറ്റും കൂടെ പിയിൽ കിട്ടും. ട്രെൻഡ് താൽക്കാലികമായിട്ട് പിയിലേക്കാണ് നിൽക്കുന്നത്. പിന്നെയുള്ളത് 275 ആണ്. 71 ആയിട്ടുണ്ട്. പിന്നെയുള്ള റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 75 കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 88ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ പിയിലേക്കാണ് നിൽക്കുന്നത്. 77 ആയിട്ടുണ്ട്, 82 ആയിട്ടുണ്ട്.
72 ട്രെയിൽ ചെയ്ത് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിൽ ചെയ്യുക. കാരണം റെക്ടാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു. മാർക്കറ്റ് 24,282 ഇൻഡെക്സ് എത്തുമ്പോൾ അപ്പോൾ ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ഒരു മാഗ്നറ്റിക് പവർ വെച്ചിരിക്കുന്നത് 24,282 ഭാഗത്തേക്കാണ്. പ്രീവിയസ് ഡേയുടെ ലോവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 282 മാർക്കറ്റ് നിൽക്കുമ്പോൾ സ്ട്രൈക്ക് എവിടെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. 24,290 290 ടച്ച് ചെയ്യുമ്പോൾ മാക്സിമം ലോക്ക് ചെയ്യാം. 300-ലേക്കുള്ളൊരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ 290-ലേക്ക് ഇൻഡെക്സ് ടച്ച് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ഒരു 299 ഭാഗത്തേക്ക് എത്തണം. നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോയാൽ 315 നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഓൾറെഡി ഇൻഡെക്സിൽ എത്തിയിട്ടുണ്ട്. സിംഗിൾ ക്യാൻഡിലിൽ താഴത്തോട്ട് മൂവ് ചെയ്തു. ആ ഒരു ഒറ്റ മൂവ്മെൻറ്റ് താഴത്തോട്ട് കിട്ടി. 24,290 വരെ ഫോക്കസ് ചെയ്തു. 300 ടാർഗറ്റ് പറഞ്ഞത്. സമയം 9:33 ആയിട്ടുണ്ട്. 300 കഴിഞ്ഞിട്ട് മാർക്കറ്റ് 304 നിൽക്കണേ. 315-ലേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ട്രേഡറെ സംബന്ധിച്ച് പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്കും പേടിച്ചിട്ട് ചാടി ഇറങ്ങും. പക്ഷേ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രോഫിറ്റ് ഏരിയാസ് കാണിച്ചു തരുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള സ്പേസ് ഈ ചാർട്ട് കാണിച്ചു തരും. അതാണ് ഈ ഒരു ചാർട്ടിലുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ 10 പോയിന്റ് പ്രതീക്ഷിച്ചു. പിന്നെ ചാർട്ട് 300-ലേക്ക് പോകുമെന്ന് ചാർട്ട് പറഞ്ഞു. അതനുസരിച്ചിട്ട് 300-ലേക്ക് വെയിറ്റ് ചെയ്തു. 300 എത്തിയപ്പോഴത്തേക്കും ചാർട്ട് പറയുകയാണ് ഞാൻ 315-ലേക്ക് പോകാൻ പോവുകയാണെന്ന് ചാർട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ട്രേഡേഴ്സിനേക്കാളും കുറച്ചും കൂടെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പുതിയ പുതിയ ടാർഗറ്റിലേക്ക്, അതായത് പ്രതീക്ഷിക്കുന്ന ആ ഒരു ടാർഗറ്റിനേക്കാളും കൂടുതൽ സ്പേസ് ചാർട്ട് കാണിച്ചു വരുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ വരികയാണ്. അതനുസരിച്ചിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ 1:2 1:1 എന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസാവസാനം നമുക്ക് ഒരു വിധത്തിലാണ് നമുക്ക് ടാലി ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ചാർട്ട് ഉള്ളപ്പോഴത്തേക്കും നമുക്ക് 1:2 എന്നുള്ളത് 1:4 5 6 ഒക്കെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ മാസത്തിൽ 4 തവണ 100 പോയിന്റിൻ്റെ റൈഡൊക്കെ വരും. 4 തവണ കൺഫേം ആയിട്ട് വരും 100 പോയിന്റിൻ്റെ റൈഡ്. അപ്പോൾ ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ വന്ന പോലെയാണ് എല്ലാ ഈ പറഞ്ഞ പോലെ നേർരേഖയിൽ ഗ്രഹങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഗ്രഹണങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ട്രെൻഡ് എല്ലാം ഒരേ വേവ് ലെങ്ത്തിൽ വരുമ്പോഴത്തേക്കുമാണ് ഇവിടെ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നത്. അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പ് രാവിലെ 9:40 ചാർട്ടിൽ കാണിക്കുന്ന കുറച്ച് ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലക്ച്വേഷൻസ്. അങ്ങനത്തെ ഒരു ഫ്ലക്ച്വേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ കൺഫേം ആണ് 80 തൊട്ട് 100 പോയിന്റ് വരെ കിട്ടും എന്നുള്ളത്. അത് ഈ ഒരു ചാർട്ട് പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചാർട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുമിച്ച് ലൈവിൽ ഇരുന്നുകൊണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളതനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അവരിപ്പം എന്നെ വിളിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ചോദിക്കുന്നത് എനിക്ക് നല്ല രീതിയിലുള്ള ലോസ് ഉണ്ട്, എനിക്ക് പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് എൻ്റെ ലോസ് റിക്കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ പറയും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടെ പോയി പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് സമയം കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജിയുടെ കാര്യം. അതിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കാവുന്നേ ഉള്ളൂ. നേരിട്ട് ഒരു ദിവസം കൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് സെറ്റ് ചെയ്തെടുക്കാം ഈ ചാർട്ടിനെ പറ്റിയിട്ടുള്ള. ദെൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 4 വർഷമായിട്ട് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ലോസൊക്കെ എന്തായാലും വരും. ആ ലോസ് വന്ന് എനിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ ലോസൊക്കെ വന്നതാണ്. അപ്പോൾ ലോസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ പുതിയ ടാർഗറ്റുകളിലേക്ക് സ്പേസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസിലൂടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്തൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നമുക്കൊരു 10% പ്രോഫിറ്റ് 90% ലോസ് ആവും. പിന്നെ മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ പെർസെൻറ്റേജ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും.
പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കും, ലോസിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നോർമലി ഇപ്പോൾ ഇവിടെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് റെഡൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റെഡ് ഇപ്പോൾ എവിടെ വന്നാലും മാർക്കറ്റ് ഇപ്പോൾ 236 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 209 ആയിക്കോട്ടെ, ഈവൻ 200 വന്നാൽ പോലും സാധനം കറങ്ങി തിരിഞ്ഞ് 315 എത്തിയിരിക്കും. അത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് കൺഫേം ആയിട്ട് പറയുന്നതാണ്. നമ്മൾ മാനസികമായിട്ട് ലോസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തളർന്നു പോകും. അയ്യോ ലോസാണ്, റെഡ് കാണുമ്പോൾ പേടിയാവും. അതിപ്പോൾ അങ്ങനെയാണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, പിന്നെ കണ്ടിന്യൂവേഷൻ അങ്ങനെ ഗ്രീൻ അല്ല പോകുന്നത്. അവിടെ റെഡ് വരും, കാര്യങ്ങൾ വരും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് ചാർട്ടിലൂടെ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 100% അവിടെ റീച്ച് ചെയ്തിരിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് അത് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോൾ 315 എന്നുള്ള ലെവലിൽ എനിക്ക് ടാർഗറ്റ് അറിയാം. അപ്പോൾ താഴത്തോട്ട് പോകുന്ന ഓരോ റെഡ് ക്യാൻഡിലും സാധാരണ ട്രേഡറെ സംബന്ധിച്ച് എന്താണ്, ഇറങ്ങിപ്പോവും. കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസിലോ ഇറങ്ങിപ്പോവും. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, എൻ്റെ കൂടെ ഉള്ളവരെ സംബന്ധിച്ച് ഈ റെഡ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലായോ? കാരണം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലോട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ തെളിയുകയാണ്. കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ റെഡ് ക്യാൻഡിലും തരുന്നത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റെഡ് വരുന്നത്? അപ്പോൾ ഇവിടെ ട്രെൻഡ് അപ്പർ സൈഡാണ്, 5 മിനിറ്റിൻ്റെ ട്രെൻഡ് അപ്പർ സൈഡാണ്, അതേപോലെ തന്നെ RSI അപ്പർ സൈഡാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ റെഡ് വരുന്നത്? അവിടെ 3 മിനിറ്റിലേക്ക് നോക്കി അറിയാൻ പറ്റും. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നു. അത് 2 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ഓവർ താഴത്തോട്ട് RSI കയറിയിട്ടുണ്ട്. 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ട്രെൻഡും RSI താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വന്നിട്ട് റീകർവ് ആകുമ്പോഴാണ് പുതിയൊരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ചെറിയ ഡൗൺ വരുന്നത്, അല്ലെങ്കിൽ 15 മിനിറ്റ്സിനെ സംബന്ധിച്ച് അവിടെ ഒരു റെഡ് വരുന്നത്, അല്ലെങ്കിൽ 5 മിനിറ്റിനെ സംബന്ധിച്ച് അവിടെ ഒരു റെഡ് വരുന്നത്, പിന്നെ 15 മിനിറ്റ്സിനെ സംബന്ധിച്ച് ഇവിടെ ഒരു വൈറ്റ് ക്യാൻഡിൽ ഉണ്ട്. അതൊരു വീക്കായിട്ടുള്ള ക്യാൻഡിലാണ്. അപ്പോൾ അത് റെഡിഷ് ആയിട്ടായിരിക്കും മേ ബി മുകളിലോട്ട് പോകണേ. അപ്പോൾ എവിടെ പൊക്കോട്ടെ, എത്രത്തോളം പൊക്കോട്ടെ, 5 മിനിറ്റിൻ്റെത് എത്രത്തോളം ഡൗണിൽ പൊക്കോട്ടെ, അപ്പോൾ അവിടെ ഡൗൺ വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അവിടെ ഒരു വൈറ്റ് ക്യാൻഡിലാണ്. അത് എത്രത്തോളം ഡൗൺ വന്നാലും 315 ട്രിഗർ ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ. അത്ര കോൺഫിഡൻ്റ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഒരു ടെൻഷനും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എല്ലാ ടൈം ഫ്രെയിമും ഡൗണിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം, അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാം, എക്സിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. പക്ഷേ ഇവിടെ 310, 315 എന്നുള്ളൊരു സ്പേസ് ഉള്ളിടത്തോളം കാലം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. സാധാരണ ട്രേഡർക്ക് പേടി വരുന്നത് പോലെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമയം 9:59, 304. അതായത് റെഡിലേക്ക് പോയാലും മാർക്കറ്റ് തിരിച്ചു വരണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് കിടപ്പുണ്ട്. അതിൽ ഇതേപോലെ ഡൗണിലേക്ക് പോവുകയും തിരിച്ചു വരുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതായിരിക്കും ഈ പറഞ്ഞ പോലെ ചക്ക വീണു മുയിലെത്തും എന്നുള്ള ഒരു ഇതൊക്കെ തോന്നാം. അങ്ങനെയൊന്നുമല്ല. സെയിം സിറ്റുവേഷൻ, സെയിം സിനാരിയോയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10, 600, 700 ലൈവ് വീഡിയോ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റോ പ്രീ മാർക്കറ്റോ അല്ല, ലൈവ് മാർക്കറ്റിൽ ഇതേപോലെ അനലൈസ് ചെയ്യുന്ന വീഡിയോസാണ് മെജോറിറ്റി അതിനകത്ത് കിടക്കുന്ന വീഡിയോസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാം, ലൈവ് മാർക്കറ്റ് ലൈവ് വീഡിയോസ്, എയർലി മോർണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതിൽ ആദ്യത്തെ ലൈവ് വീഡിയോസ് കാണണം. അത് കഴിഞ്ഞിട്ട് 6 മാസം 8 മാസം കഴിഞ്ഞിട്ടുള്ള ലൈവ് വീഡിയോസ് കാണാം. ഈ 2-3 വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു 5-10 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴത്തേക്കും, കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്താണ്, എത്രമാത്രം നമുക്ക് ആ ചാറ്റിൽ അപ്ഡേഷൻസ് കിട്ടും, റിപ്പീറ്റേഷൻസ് വരുമ്പോഴത്തേക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോകണമെന്നുള്ളതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഴയ വീഡിയോസ് കാണണം. അങ്ങനെ പഴയ വീഡിയോന്ന് പുതിയ വീഡിയോസ് കാണുമ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ചാർട്ട് പഠിപ്പിക്കുന്നു. വളരെ കുറച്ച് ആളുകളെ പഠിക്കാൻ വരാറുള്ളൂ കേട്ടോ, എല്ലാവരും ഒന്നും വരാറില്ല. അപ്പോൾ എനിക്കുള്ള ഗുണം എന്താണ്, ഞാനിങ്ങനെ ലൈവ് അനാലിസിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതേപോലെ കോൺഫിഡൻറ്റോടു കൂടി അതിനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചുമ്മാ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഒരു വീഡിയോയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും തോറും, ഇപ്പോൾ ആരും പഠിക്കാൻ വന്നില്ലെങ്കിൽ പോലും എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, എൻ്റെ സെൽഫായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ആവുകയാണ്. ഞാനിത് കൂടുതൽ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന വഴി എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ഇത്
ഇങ്ങനെ വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ചെയ്തിടണതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻറ്റും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാനും പറ്റും. അതേപോലെ സംശയമുള്ള ആൾക്കാർ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇത് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താ, എനിക്ക് കൂടുതൽ ഡെവലപ്പായി വരാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ലൈവ് അനാലിസിസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ ലൈവ് അനാലിസിസ് വീഡിയോ ഞാൻ ഈ കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പഠിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അവരും ഡെവലപ്പ് ആവുകയാണ്. ഇന്ന് ഇതേപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നാളെ ഇതേപോലെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളവർ പഠിക്കുന്ന ആൾക്കാർ ചാർട്ട് വെച്ചിട്ട് അവർക്കും അവരുടെ സെൽഫായിട്ടുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. എനിവേ പിന്നെ ഒരു റെഡ് വന്നിട്ടുണ്ട്. അത് മേളിലോട്ട് കുതിക്കുന്നതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് മേ ബി വന്നതായിരിക്കാം. സമയം 10:10 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആകും എന്നുള്ള സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിച്ചേക്കാം. പക്ഷെ എന്തുകൊണ്ട് ഡൗൺ ആവാത്തതെന്ന് വെച്ചാൽ 10-15 എന്നുള്ള സ്പേസ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഡൗൺ ആവാൻ പറ്റത്തില്ല. ഇൻ കേസ് ഡൗൺ ആയാലും ഒരു SL പോലെ 280 വന്നിട്ട് സാധനം തിരിച്ച് കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് പോയി, ഇന്ന സ്ഥലത്ത് ടാർഗറ്റ് എത്തി, അങ്ങനെയല്ല. നമ്മൾ ഓരോ ക്യാൻഡിലും എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ കൺസോൾട്ടേഷൻ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് കൺഫ്യൂഷനാണ്, എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റ് ഡൗൺ ആണോ അപ്പാണോ. ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് 310-315 മാക്സിമം പോയാൽ വിക്ക് 320 വരെ. അപ്പോൾ അവിടെ ഒരു താഴത്തോട്ട് ഒരു 280 ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം മാർക്കറ്റ് ഡൗണിലേക്കാണ് എന്നുള്ളതല്ല. 280 വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ട് അതും കൂടെ എടുത്തുകൊണ്ട് 315 പോകാനായിട്ടുള്ള ചാൻസസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൺസോൾട്ടേഷൻ വരുമ്പോൾ ഉള്ളതിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു റെഡ് വരുമ്പോഴത്തേക്കും ഇനി ഇവിടെ ബുക്ക് ചെയ്യാം, എൻ്റെ കോസ്റ്റ് ടു കോസ്റ്റ് ആവുമല്ലോ, എനിക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാവും. പക്ഷേ 310 ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്, 12 ആയിട്ടുണ്ട്, 15 എത്തേണ്ടത്. അപ്പോൾ അത്ര കൺഫേം ആയിട്ടുള്ള ടാർഗറ്റാണ് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനിയും 312 വരെ പോയിട്ട് ഒരു 3 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. 10-15 പ്രതീക്ഷിച്ചത്, ഓൾറെഡി 12 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതും പോരാ. എൻ്റെ കണക്ക് പ്രകാരം 318 സ്പേസ് കിടക്കുന്നത്. 318 സ്പേസ് കിടക്കുമ്പോൾ 15 ട്രിഗർ ഇട്ടെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് 15 വന്ന് മാർക്കറ്റ് എന്തായാലും ട്രിഗർ ആവും. ഇപ്പോൾ സമയം 10:13 ഈ കൾസറിനെ നേരെ താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ 10-13 10:15 10:15 ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ്. ടൈമെല്ലാം ഇവിടെ വരുന്നുണ്ട്, ലൈവ് മാർക്കറ്റിലാണ്. 312 വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. 15 എന്തായാലും ട്രിഗർ ആയിരിക്കും. സമയം 10:17 10:15 മുമ്പ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓൾറെഡി 18 വരെ ഓൾറെഡി സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ 15 19 ആയിട്ടുണ്ട്. അപ്പോൾ ചാർട്ടിന് കൊടുത്ത് 15 ആകുമ്പോഴത്തേക്കും എക്സിറ്റ് ആവാം എന്നുള്ളതാണ് ചാർട്ടിനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, നേരിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ലൈവ് അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.